നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ കുഴിപ്പള്ളി ബീച്ചിലാണ്. മാഡ് വ്ളോഗേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഴിപ്പള്ളി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് പുതുവൈപ്പിൻ ബീച്ചിൻ്റെ തൊട്ടടുത്താണ്. പുതുവൈപ്പിൻ ബീച്ചിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർ ഒന്ന് കയറി കാണണേ. അവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ബീച്ചിലെത്താൻ പറ്റും. പുതുവൈപ്പിൻ ബീച്ചിനേക്കാൾ മനോഹരമായൊരു ബീച്ചാണ് ഈ കുഴിപ്പള്ളി ബീച്ച്. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഫാൽക്കൺ ബീച്ച് എന്ന പേരിലും ഈ കുഴിപ്പള്ളി ബീച്ച് അറിയപ്പെടുന്നു. ബീച്ചുകളെക്കുറിച്ച് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവററ്റാണ്. എൻ്റെ ഒരു ഫേവററ്റ് സബ്ജക്റ്റാണ് ബീച്ചുകൾ. ഞാൻ ഒരുപാട് ബീച്ചുകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലേക്ക് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാം കടലല്ലേ എന്നൊക്കെ പറയാം, പക്ഷേ എല്ലാം ഡിഫറെൻ്റാണ് കേട്ടോ. ഓരോ കടലിനും ഓരോ ഭംഗിയാണ്, ഓരോ ഏരിയയ്ക്ക് ഓരോ ഭംഗിയാണ്. അതുപോലെ സൺസെറ്റൊക്കെ ഭയങ്കര രസമാണ്. ഈ കുഴിപ്പള്ളി ബീച്ച് പുതുവൈപ്പിൻ ബീച്ചിനേക്കാളും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്ലീൻ ആൻഡ് നീറ്റ് ബീച്ചാണ്. വളരെ ശാന്തമായിട്ട് മണിക്കൂറുകളോട് വിടിവിക്കാം. അങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നിയർ ബൈ കൊച്ചിയിൽ ഒരുപാട് ബീച്ചുകളുണ്ട്, അറിയാലോ. ഫോർട്ട് കൊച്ചി ബീച്ചുണ്ട്, ചെറായി ബീച്ചുണ്ട്, പുതുവൈപ്പിൻ ബീച്ചുണ്ട്, പിന്നെ ഈ കുഴിപ്പള്ളി ബീച്ച്. ഈ എല്ലാ ബീച്ചുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേകൂടെ ക്ലീൻ ആൻഡ് നീറ്റ്, വെൽ മെയിൻറ്റൈൻഡ് ബീച്ച് എന്ന് പറയാവുന്നത് ഇവിടെയാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഇവിടെ തിരക്കും കുറവാണ്. ഇവിടെ ഇച്ചിരി അപകട സാധ്യതയുള്ള ഒരു ഏരിയയാണ് കേട്ടോ. കടലിലിറങ്ങി കുളിക്കരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടലിൽ നീന്താനും കുളിക്കാനും ഇവിടെ ശ്രമിക്കരുത്. പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ലൈഫ് ഗാർഡ്സ് ഇല്ല. ഇൻ കേസ് നമ്മൾ കടലിലിറങ്ങി എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല. അത് പ്രത്യേക ഓർമ്മ വേണം. അങ്ങനെ സൺസെറ്റ് ആകാറായി. മനോഹരമായ സൺസെറ്റാണ് കേട്ടോ. നമുക്ക് സൺസെറ്റ് ഒന്ന് കണ്ടാലോ. എന്താ ഭംഗിയല്ലേ സൂര്യനെ കാണാൻ, അസ്തമയ സൂര്യനെ കാണാൻ.